നമ്മളുടെ യാത്രകളിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു സീനറിയാണ് മൗണ്ടൻസ്. പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും നമ്മൾ മൗണ്ടൻസിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ചെറിയ മൗണ്ടൻസിൽ നിന്നിട്ട് വലിയ മൗണ്ടൻസ് കാണാനായിട്ടുള്ള സീനറികളൊക്കെ എടുക്കും. അപ്പോൾ ഈ മൗണ്ടൻസ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. ഈ മൗണ്ടൻസിൻ്റെ സീനറീസ് എത്ര നന്നായി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു 6 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, യു മസ്റ്റ് റിസർച്ച് അബൌട്ട് ദറ്റ് പ്ലേസ് ബിഫോർ യു റീച്ച് ദറ്റ് പ്ലേസ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈറ്റിംഗ് എന്ന് മാത്രമുണ്ട്, അവിടുത്തെ കോൺട്രാസ്റ്റ് എങ്ങനെയാണ്, ഗ്രീനറി ഉണ്ടോ, ഹൈറ്റ് എന്ന് മാത്രമുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാവൽ കൂടെയാണ് നമ്മൾ മൗണ്ടൻ്റെ മുകളിലെത്തുന്നത്, ലേക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ലെൻസ് പാക്ക് ചെയ്യാനും അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഡ്യൂറേഷൻസ് പാക്ക് ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. കുറച്ച് വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. സോ പ്രിപ്പയർ യുവർ സെൽഫ് ബിഫോർ ഗോയിങ് ഫോർ ദാറ്റ് മൗണ്ടനറി. നമ്പർ 2, ഈ മൗണ്ടൻസിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ മൗണ്ടൻസിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ലൈറ്റ് വളരെ കൂടുതലായിരിക്കും. ട്രീസ് സാധാരണയുള്ള ട്രീസിനെക്കാട്ടിലൊക്കെ ഉയരത്തിലായിരിക്കും മൗണ്ടൻസ്. സ്നോ കവേർഡ് മൗണ്ടൻസ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് നേരിട്ട് പതിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളാകാം. സോ ഒരു ഫിൽറ്റർ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ കുറേ കൂടെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നതിന് പകരം നല്ല വീഡിയോസ് എടുക്കാനായിട്ട് ഈ ഫിൽറ്റർ കരുതുന്നത് നല്ലതായിരിക്കും. ഒരു മൗണ്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ഒരു വ്യൂവറിനെ കാണിക്കാനായിട്ട് നമ്മൾ 2-3 ഷോട്ട്സ് എടുക്കേണ്ടി വരും ഇനീഷ്യലി തന്നെ. അതായത് മൗണ്ടൻ കയറുന്നതിന് മുമ്പ് തന്നെ ദൂരെ നിന്നേ നമുക്ക് ഈ മൗണ്ടനെ കുറിച്ചുള്ള ഒരു ചെറിയ വ്യൂ കിട്ടും. ആ വ്യൂ ഒരു ലോങ് വ്യൂ നമ്മൾ ഇതേ ക്യാമറയിലേക്ക് പകർത്തണം. അത് നമുക്കൊരു വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൗണ്ടനെ ഫോക്കസ് ചെയ്ത ശേഷം കുറേശ്ശെയായിട്ട് പുൾ ബാക്ക് ദി ക്യാമറ അറ്റ് ദ സെയിം ടൈം യു സൂം ഔട്ട്. അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അതേ ഫോക്കസിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് സീനറിയെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് വളരെ ഷോർട്ട് ഡ്യൂറേഷനിലൂടെ നിങ്ങൾക്ക് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഓൾ ക്ലിപ്സ് ഷുഡ് നോട്ട് എക്സീഡ് 2 to 3 seconds. പിന്നെ രണ്ടാമത് ഒരു ഷോട്ട് കൂടെ എടുക്കുക. അതായത് ഒരു പകുതി ദൂരം എത്തിക്കഴിയുമ്പോൾ യു ഷുഡ് ടേക്ക് എ വീഡിയോ ഓർ എ മീഡിയം ലെവൽ ഷോട്ട്. പിന്നെ മൗണ്ടൻ്റെ മേളിലെത്തിക്കഴിയുമ്പോൾ ക്ലോസപ്പായിട്ട് എത്രയും ക്ലോസപ്പായിട്ട് എടുക്കാൻ സാധിക്കും അത്രയും ക്ലോസപ്പായിട്ടുള്ള ഒരു മൗണ്ടൻ്റെ ഒരു ഷോട്ട് എടുക്കുക. അതിന് ടെലിസ്കോപ്പിക് ലെൻസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ മൗണ്ടൻ്റെ പീക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലെത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ടെലിസ്കോപ്പിക് ലെൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോണ്ടൂർസും അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കുറേ കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് ഈ ടെലിസ്കോപ്പിക് ലെൻസ് സഹായിക്കും. നമ്പർ 4, നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ മൗണ്ടൻ്റെ ഹൈറ്റ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് എലിമെൻ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഫ്രണ്ട് എലിമെൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്യാമറ മൂവ്മെൻറ്റ്സ് വളരെ നന്നായിട്ട് അതിൽ പ്രതിഫലിക്കും. 2, ഈ ഡിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് നമുക്ക് എപ്പോഴും അതിൽ ഈ ഫ്രണ്ട് എലിമെൻറ്റും ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസണിലൂടെ ഈ വ്യൂവർക്ക് നല്ല ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. സോ try to have some kind of front element, either a people walking along or an animal or a tree. 5, ഈ സാധാരണ ഈ മൗണ്ടൻസിൽ നമ്മൾ പോകുന്ന സമയങ്ങളിൽ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സീനറീസ് ഉണ്ടാവും. ബ്ലൂ കവേർഡ് മൗണ്ടൻസ്, ബ്ലൂ കളേർഡ് സ്കൈസ്, സ്നോ കവേർഡ് മൗണ്ടൻസ്, അതിന് ചുറ്റും ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ട്രീസ്, ഫോറസ്റ്റ്, സംടൈംസ് ലേക്കും അതിൻ്റെ കൂടെ തന്നെ കാണും, ബ്ലൂ കവേർഡ് ലേക്സൊക്കെ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഈ കോൺട്രാസ്റ്റ് എടുക്കാനായിട്ടും ഈ കോൺട്രാസ്റ്റ് നമ്മൾ പകർത്താനായിട്ടും ശ്രമിക്കുക. ഇത് ഈ വ്യൂവറിൽ ഒരു നല്ല ഫീലിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, നിങ്ങൾ ഈ ബീച്ചിൽ പോകുന്ന പോലെ തന്നെ ഈ മൗണ്ടനിൽ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം, ഈ സൺലൈറ്റ് ഓവറാകാനുള്ള സാധ്യതയും സൺലൈറ്റ് കുറയാനുള്ള സാധ്യതയും 2 ടൈമിലാണ്. അതാണ് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് രാവിലത്തെ
ആഫ്റ്റർ സൺറൈസ് 1 hour, ആഫ്റ്റർ സൺറൈസ്, ബിഫോർ സൺസെറ്റ് 1 hour. അതാണ് ഈ ഗോൾഡൻ അവേഴ്സ്. ഈ ഗോൾഡൻ അവേഴ്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം ഓഫ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നാണ് എക്സ്പെർട്സ് എല്ലാം പറയുന്നത്. പലപ്പോഴും നമുക്ക് ട്രാവലിങ്ങിൽ ഇത് സാധിക്കണം എന്നില്ല, പക്ഷേ സാധിക്കുമെങ്കിൽ ഈ സമയങ്ങളിൽ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല എക്സ്പോഷറിൽ, നല്ല ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഫൈനലി നമ്പർ 7, നിങ്ങൾ ഈ ഒരു മൗണ്ടൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ചെറിയ എലിമെൻറ്റ്സ് കൂടെ ഉൾപ്പെടുത്തുക. അതായത് ഹൗ ഡിഡ് യു പ്രിപ്പയർ, വെർ ഓൾ യു സ്റ്റോപ്ഡ്, പിന്നെ ഏത് വണ്ടിയിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്തത്, ആ റൂട്ടിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ്, പിന്നെ എങ്ങനെയാണ് ക്ലൈംബ് ചെയ്തത്, കേബിൾ കാർ ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നടന്ന് കയറിയോ, അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ റെസ്റ്റ് എടുത്തതായിട്ടുള്ള സമയങ്ങളിലെ ചെറിയ കാഴ്ചകൾ, അങ്ങനെ മേളിലെത്തിയ ശേഷം എടുക്കുന്നതായിട്ടുള്ള ഫോട്ടോസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ്. ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ആ ഫീലിങ്സ് നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ഒപ്പിയെടുത്ത് അവർ കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നല്ലൊരു വീഡിയോ ആയിട്ട് മാറും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, വളരെ ക്രിയേറ്റീവായിട്ട് ക്യാമറ മൂവ്മെൻറ്റ്സിലൂടെയും ക്യാമറ ആംഗിളിലൂടെയും നല്ല, ഇതിനൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് ഇവിടെ കിട്ടും. ഇത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഐ എം ഷുവർ യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്.